ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ്. അതായത് അവിടുന്ന് ഒരു പെട്ടിയോട്ടയ്ക്കകത്ത് കുറേ കിട്ടിയ ടൂൾസും പിന്നെ കുറച്ച് പൈപ്പും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടിട്ട് എങ്ങോട്ട് പോകണമെന്നറിയില്ല. സ്വരുക്കൂട്ടി വെച്ച കോഴിമുട്ട വിറ്റ് കിട്ടി 20,000 കൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത്. ഫ്ലഡിൻ്റെ സമയത്ത് പല കസ്റ്റമേഴ്സിനും കറണ്ട് ഇല്ലാതെ വന്നു. ആ ഒരു സമയത്ത് ഇവർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ഞാൻ വള്ളത്തെ വരെ പോയി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ മൊത്തം ടച്ച് ചെയ്യുന്ന രീതിയിൽ വെള്ളം വന്നു. എന്തൊക്കെ അതിനകത്തുണ്ടോ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചുപോയി. ഈ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ ഇൻവെസ്റ്റ് ഇറങ്ങും ബാക്കി. എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് കടം മേടിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതുവരെ അറിഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുക എന്നുള്ളതിന് പകരം അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പല വീഴ്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഇനി പഠിച്ചിട്ട് ചെയ്യാം. അവിടെ ലാഭത്തിലുപരി ഞങ്ങളത് ചെയ്യുന്നതിനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം ഒരു പുതിയ ടെക്നോളജി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ദൈവസഹായത്താൽ അത് ഭയങ്കര സക്സസ്ഫുൾ ആയി. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും അധികം സഹിച്ചിരുന്നൊരു പ്രശ്നമാണ് പവർ കട്ട് അല്ലേ. പണ്ട് കാലത്ത് ക്രിക്കറ്റ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്ന ആ സമയത്തായിരിക്കും കറണ്ട് പോകുന്നത്. ആ കാലമൊക്കെ മാറി. UPS ആയി, ഇന്ന് സോളാറായി. ടെക്നോളജിയുടെ അപ്ഗ്രേഡേഷൻ മൂലം നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും നമുക്ക് പുതിയ ജനറേഷൻ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഈ രംഗത്തേക്ക് നിരവധി പേരാണ് ഇന്ന് സംരംഭവുമായി എത്തുന്നത്. ഏത് സംരംഭത്തിൻ്റെ വിജയത്തിലും ഇന്ന് ഇൻവെൻഷൻ അല്ല, ഇന്നോവേഷനാണ് വേണ്ടത്. മാർക്കറ്റിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പുറകെ പോയവർ എന്നും വിജയിച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സംരംഭം തുടങ്ങാൻ നന്നായി കഷ്ടപ്പെടുക തന്നെ വേണം. ചിലരുണ്ട് ആദ്യം കണ്ടെത്തുന്ന തൊഴിലിൽ നിന്ന് പഠിച്ച് അതിലേക്ക് ഇറങ്ങി വിജയം നേടുന്നവർ. ചിലരുണ്ട് ആദ്യം കണ്ടെത്തിയ തൊഴിലിൽ നിന്നൊന്നും പഠിക്കാനാവാതെ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അധ്വാനിക്കാൻ തയ്യാറായി പിന്നീട് സംരംഭം തുടങ്ങുന്നവർ. എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാൻ എൻ്റെ സുഹൃത്തുക്കൾ കൂടുകയായ 2 ചെറുപ്പക്കാരാണ് ഈ സ്പാർക്കുള്ള കഥ പറയാൻ വേദിയിലിരിക്കുന്നത്. അരുൺ, രവി, സ്വാഗതം സ്പാർക്കിലേക്ക്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഈഗിൾ കോച്ചിങ്ങിൽ കണ്ടുമുട്ടുന്നത് തൊട്ട് നിങ്ങളെ ഈ ഹോട്ട് സീറ്റിൽ ഇരുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടുപേരുടെയും നല്ല സ്പാർക്കുള്ള കഥയാണ്. നല്ല എളിമയുള്ള ചെറുപ്പക്കാരെന്ന നിലയ്ക്ക് നിങ്ങളോട് സംസാരിക്കാൻ എനിക്കും താല്പര്യമുണ്ട്. അരുണിലും തുടങ്ങാം. അരുണിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് മാന്നാറാണ്. ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലാണ് എൻ്റെ. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് നൂറനാട്. ഡിഗ്രി പഠിച്ചത് നൂറനാട് അർച്ചന കോളേജിലാണ്. ഹയർ സെക്കൻഡറി ഒക്കെ പഠിച്ചത് മാന്നാർ നാരസമായ സ്കൂളിലാണ്. ഗ്രാജുവേഷൻ എന്തായിരുന്നു? ഗ്രാജുവേഷൻ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. താങ്കളുടെ ഫാമിലിയിൽ ആരെങ്കിലും ബിസിനസ്സിലാണ്? ഇല്ല, ആരുമില്ല. അച്ഛൻ പ്ലംബറാണ്, വിദേശത്തായിരുന്നു. നമ്മളെയൊക്കെ പോലെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. റബിയിലേക്ക് വരാം. റബിയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് കോഴിക്കോട് ജില്ലയിലാണ്. ഈയാട് എന്നാണ് കറക്റ്റ് സ്ഥലത്തിന് പേര്. ബാലുശ്ശേരിക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് വീടിനടുത്ത് തന്നെയുള്ള സ്കൂളുകളിലാണ്. തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ തന്നെയാണ് LP UP പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാം വീടിന് തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ തന്നെയാണ്. ഗ്രാജുവേഷൻ എന്തായിരുന്നു? ഗ്രാജുവേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ പറഞ്ഞ BTech ആണ് കഴിഞ്ഞത്. അത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ് എൻ്റെ ഗ്രാജുവേഷൻ. ഇല്ല, പാരൻസിന് ബിസിനസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എൻ്റെ ഫാമിലിയിൽ തന്നെ ആരും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയം ഞാനായിരിക്കും ചിലപ്പം ബിസിനസ്സുമായിട്ട് ആദ്യമായിട്ട് വന്നതാണല്ലേ. റബിയുടെ ഫാദർ എന്ത് ചെയ്യായിരുന്നു? ഫാദർ ഗവൺമെന്റ് സർവീസിലായിരുന്നു, സീനിയർ ക്ലർക്കായിരുന്നു. ഞാൻ അരുണിലേക്ക് വരാം. പഠനം കഴിഞ്ഞ് എല്ലാവരുടെയും ആഗ്രഹം ആദ്യ ജോലി അല്ലേ? അതൊരു എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ ആദ്യ ജോലി എവിടെയായിരുന്നു? ആദ്യ ജോലി ആക്ച്വലി പഠനം കഴിഞ്ഞ് ആദ്യം സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് സെൻറ്റർ, വീട്ടിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നതും പ്രൊജക്ട് സെൻറ്ററും ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ആദ്യം പ്രൊജക്റ്റ് ഈ റിന്യൂവബിളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഒരു റിന്യൂവബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയായിരുന്നു ആദ്യം തന്നെ. എവിടെയാണത്? അത് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അവിടെയായിരുന്നു ജോലിക്ക്. അവിടുത്തെ പ്രൊജക്ട് എഞ്ചിനീയറായിട്ടാണ് കയറുന്നത്. എന്ത് കമ്പനിയാണത്? സോളാറിൻ്റെ ഒരു കൺസൾട്ടൻറ്റ് ഫേമിലായിരുന്നു. അവിടുത്തെ പ്രൊജക്ട് എഞ്ചിനീയർ ആയിരുന്നു മെയിനായിട്ട്. അവിടുത്തെ സൂപ്പർവൈസിങ്ങും മറ്റുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത്. ചെറിയ സ്ഥാപനമായിരുന്നു. അന്ന് സോളാറിൻ്റെ ഒരു ബൂം വരുന്നൊരു സമയമായിരുന്നു.
2015 ആ ഒരു സമയത്തായിരുന്നു. ഞാൻ റബിയിലേക്ക് വരാം. റബി തൊഴിൽ കഴിഞ്ഞ് എന്താണ് ആദ്യം? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റുകളൊക്കെ ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും മികച്ചതാണെന്ന് പറഞ്ഞ മേഖലകളിൽ ഒന്നും എനിക്ക് ഒരു ജോലി അവിടുന്ന് പ്ലേസ്മെൻറ്റ് കിട്ടാൻ സാധിച്ചില്ല. അപ്പം വളരെ യാദൃശ്ചികമായിട്ട് അരുണ് കുറച്ച് മുമ്പ് പറഞ്ഞ കമ്പനിയിൽ നിന്ന് അവിടെ ഒരു ഇവൻറ്റിന് വരികയും അവിടെ നിന്ന് ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് പോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ തന്നെ നടത്തുകയും ഞാൻ ആ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. എൻ്റെയും ഫസ്റ്റ് കമ്പനി ഈ പറഞ്ഞ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആ കമ്പനിയിലാണ് ഞാൻ. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ആ കമ്പനിയിൽ വെച്ചാണോ? അതെ 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 അത് ശരി. അപ്പൊ അരുൺ ആദ്യം വന്ന് അതിനുശേഷമാണ്? അതെ, ഞാൻ ആദ്യം വന്ന് 4 മാസം കഴിയുമ്പോഴാണ് റബിയൂര് വരുന്നത്. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരായി. രണ്ടുപേരായി. താങ്കളുടെ ജോലി എന്തായിരുന്നു അവിടെ? എൻ്റെ ജോലി ബേസിക്കലി ഈ പറഞ്ഞ സോളാറുമായിട്ട് ബന്ധപ്പെട്ട PPTs മറ്റുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ഉണ്ടാക്കുക. PPT എല്ലാം മെയിനായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഒരു അവിടെ കൺസൾട്ടൻറ്റ് ഫേം ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ മെയിനായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വേറെ കമ്പനികൾ ചെയ്യുന്ന കുറേ വർക്കുകളുണ്ടായിരുന്നു. അതിൻ്റെ സ്നാഗ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മെയിനായിട്ടുള്ളത് വരുന്നത്. ഓക്കെ. അപ്പോൾ പ്രോജക്റ്റുകൾ പോവുക, അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക, പ്രശ്നങ്ങൾ സ്നാഗ് കണ്ടുപിടിക്കുക, അതിന് മെയിൻ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ താങ്കളുടെ ജൂനിയർ ആയിട്ടാണ് റബി വരുന്നത് 4 മാസം കഴിഞ്ഞ്. ശരി. അപ്പോൾ താങ്കൾക്ക് പ്രൊമോഷൻ? എനിക്ക് പ്രൊമോഷനായി. പിന്നെ റബി ആയിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത്. ശരി. അപ്പോൾ പണിയെടുപ്പിക്കാൻ വേറൊരാളെ കിട്ടി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് റബി അവിടെ ചെയ്ത് കൂട്ടിയത്? അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് കൺസൾട്ടിങ് നല്ല പ്രൊജക്റ്റുകൾ വരും. അത് നമ്മൾ വേറൊരു കമ്പനി ആയിരിക്കും കോൺട്രാക്ടർ. അവർ ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് പ്രസൻറ്റേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ വേറൊരു കമ്പനി അപ്രോച്ച് ചെയ്യുകയും ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു വിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന കമ്പനി സാറിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അങ്ങനെ സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് അന്ന് അതിനൊരു സബ്സിഡി അനേർട്ട് ത്രൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമെന്ന് ഉള്ളൊരു പ്ലാനിൽ വരികയും നമുക്ക് അവിടെ ഒരു ക്ലയൻറ്റിനെ കിട്ടി. ഒരു എൻക്വയറി വന്നു. ഒരു 50 നമ്പേഴ്സ് സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതിന് മുമ്പേ നമുക്കൊരു ഓർഡർ വന്നു. അപ്പോൾ നമ്മൾ സാറും ഒന്നും നോക്കിയില്ല, ഞങ്ങളും ഓക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 50 നമ്പേഴ്സ് ഓഫ് വാട്ടർ ഹീറ്ററിൻ്റെ കൂടെ നമ്മളൊരു 100 കൂടെ ടോട്ടൽ 150 നമ്പേഴ്സ് നമ്മൾ ഓർഡർ എടുത്തു. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ആ 50 നമ്പേഴ്സ് ഓർഡർ തന്നവർ നമ്മളുടെ മെറ്റീരിയൽ വന്നതിന് ശേഷം പുള്ളിക്ക് പെട്ടെന്നൊരു ഷോർട്ടേജ് വരികയും അവരത് വേണ്ടാന്ന് പറയുകയും ചെയ്തു. അതെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഇപ്പൊ സാറ് രാവിലെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെല്ലാം ഇറക്കി വെച്ചിരിക്കുകയാണ് വാട്ടർ ഹീറ്റർ. പുള്ളിക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല, വീട് മൊത്തം വാട്ടർ ഹീറ്ററാണ്. അപ്പോൾ എല്ലാ ദിവസവും കാണുമ്പോൾ പറയുന്ന അരുണെ റബിയെ ഇതെന്തോ ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വിഷമത്തിലായി, പ്രഷറായി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ റബിക്ക് വണ്ടിയുണ്ട്, ഞങ്ങൾ ഈ വണ്ടിയിൽ ഇറങ്ങി എല്ലാ വീടുകളും തോറി കയറി വാട്ടർ ഹീറ്റർ വേണോ, ചൂടുവെള്ളം ഉപയോഗിച്ച് കറണ്ട് ബില്ല് ലാഭിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും അങ്ങ് കയറി. ഒന്നും നോക്കിയില്ല. എഞ്ചിനീയേഴ്സ് ആണെന്നൊക്കെ മറന്നുപോയി. മൊത്തം മുമ്പിൽ വാട്ടർ ഹീറ്ററേ ഉള്ളൂ. അപ്പോൾ വാട്ടർ ഹീറ്ററിന്റെ കൂട്ടത്തിൽ അന്നൊരു മിക്സിയും ഫ്രീ ആണ്. മിക്സി അല്ല, അന്ന് ഗ്രൈൻഡർ ഫ്രീ ആണ്. അപ്പം വീട്ടിലുള്ള ചേട്ടന്മാർ വേണ്ടിയില്ലെങ്കിൽ ചേച്ചിമാർ എടുക്കുക ചെന്നിട്ട് പറയും ഗ്രൈൻഡർ ഉണ്ട്, ഫ്രീ ഉണ്ടെന്ന്. അവർ ഈ ഗ്രൈൻഡർ കണ്ടുകൊണ്ട് എടുക്കുന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ ചില വീട്ടുകാർ പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ല ഓൾമോസ്റ്റ് ഞങ്ങൾ കവർ ചെയ്തു. എല്ലാ വീട്ടിലും കയറി, പുതിയ വീടുകളിലെല്ലാം കയറി. പഴയ വീട്ടിൽ അത്യാവശ്യം ഒരു 2 നിലയായിട്ടുള്ള വീടുകളിലെല്ലാം കയറും. മണ്ടയ്ക്ക് നോക്കും വാട്ടർ ഹീറ്ററില്ല, ഉടനെ കയറും. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലുണ്ട്, അങ്ങനെ കയറും. അങ്ങനെ കയറി ഇതങ്ങ് വിറ്റു 150 ഏകദേശം ഒരു 40 ദിവസത്തിനകം ഞങ്ങൾ 150 വാട്ടർ ഹീറ്റർ. അത് ഏറ്റവും പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഹീറ്റർ ചുമ്മാ കൊണ്ട് വെച്ചാൽ പോരായിരുന്നു. ഇവിടെ ഒരു പ്ലംബറെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പം അവര് നമ്മുടെ അടുക്ക പറയും ഇത് എടുക്കാം, പക്ഷേ ഇത് ആര് പ്ലംബിങ് ചെയ്യും, നിങ്ങൾ ചെയ്യുമോ? ഇല്ല, നിങ്ങൾ ചെയ്യണം. എന്നാൽ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ മാർഗ്ഗമില്ല. കൊച്ചിലെ തൊട്ടേ പിന്നെ ഇടയ്ക്ക് ഓരോ പണിക്കൊക്കെ പോകുന്നതിൻ്റെ ശീലവും പിന്നെ അച്ഛൻ്റെ കൂടെ പോയതിൻ്റെ ഉള്ള ശീലവും. പിന്നെ അച്ഛൻ്റെ അനിയന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ പ്ലംബറായിട്ട്, ഞാൻ പിന്നെ പ്ലംബറായി, എൻ്റെ ഹെൽപ്പർ ഇവനായി. അങ്ങനെ ഞങ്ങൾ പ്ലംബിങ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പ്ലംബിങ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് പ്ലംബിങ്ങും ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എടുക്കാൻ തുടങ്ങി. അങ്ങനെ 150 ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു 2 ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാര്. അന്ന് സത്യത്തിൽ നിങ്ങൾ പോയത് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന വിചാരിച്ചല്ലേ? അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കോളേജിൽ പ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് പോവുകയാണല്ലോ.
അപ്പം നമ്മൾ കൺസൾട്ടിങ് ഫേം ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. അവിടെ പഠിക്കാൻ പറ്റിയേനെ, പക്ഷേ എന്തുകൊണ്ടോ ചിലപ്പോൾ ഞങ്ങളുടെ പ്രോബ്ലം കൊണ്ടായിരിക്കാം നമ്മൾ അതിൽ നിന്ന് വേറെ മേഖലകളിലോട്ട് മാറിപ്പോയത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ പുതിയ ടെക്നോളജികൾ എന്താണ് വരുന്നത്, നാളത്തെ ഭാവി എന്താണ് എന്നുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളുടെ ഹിൻറ്റുകൾ ഞങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. കുറച്ച് പ്രോജക്റ്റുകളുടെ ഭാഗമായി അതിന് കുറ്റം കണ്ടുപിടിക്കാനായി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതെ. പിന്നെ അടുത്ത് എന്ത് ചെയ്തു? അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അവിടുന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് വളർച്ചയുടെ ഒരു പ്രശ്നമില്ല ഇപ്പം വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ സാറിൻ്റെ അടുക്കൽ പറഞ്ഞു ഇറങ്ങുവാണ് എന്നോട്ട്. എനിക്ക് 2 അനിയത്തിമാരാണ്, എൻ്റെ ഇളയ ട്വിൻസാണ് 2 പേര്. അപ്പം വീട്ടിൽ സാമ്പത്തികമായിട്ട് ഇതാണ്, ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വിദേശത്ത് എല്ലാവരെയും പോലെ തന്നെ വേറെ വല്ല ജോലി നോക്കണം എന്നുള്ളൊരു ചിന്തയായിട്ടോ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എനിക്ക് ഈ സോളാർ എന്നുള്ള കാര്യം മനസ്സിൽ നിന്ന് വിടുന്നില്ല. കാരണം എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ മനസ്സിൽ കയറിയതാണ്. അപ്പോൾ അത് മാറുന്നില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ഒരു അത്ഭുതം പോലെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീസ്റ്റ് ഒരു വൈദികൻ്റെ അടുക്കൽ ഒരു ട്രെയിനിങ്ങിന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഒരു മരം നടാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രകൃതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പഠിച്ചിറങ്ങിയ എൻജിനീയേഴ്സാണ്, നിങ്ങൾക്ക് പ്രകൃതിക്ക് വേണ്ടി മറ്റെന്തോ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാം. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. സോ നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സോളാർ ചെയ്. അതൊരു ജർമ്മൻ കൊളാബറേഷനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടെന്ന് വെച്ചാൽ ആ ഒരു ഇത് തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പം അതെൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാനോർത്ത് ഓക്കെ എൻ്റെ നിയോഗം ജോലി വേണ്ട, എൻ്റെ നിയോഗം ഇതാണ്, പഠിച്ച എൻ്റെ പ്രൊജക്റ്റ് സോളാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എൻ്റെ സെമിനാർ ബിടെക്കിലെ സെമിനാർ സോളാറുമായിട്ട് ബന്ധപ്പെട്ട, എൻ്റെ ആദ്യത്തെ ജോലി സോളാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു സ്റ്റക്കടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു, അരുൺ ചേട്ടാ, എനിക്ക് അരുൺ ചേട്ടനില്ലാതെ ഇവിടെ ജോലി ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്, ഞാനൊന്ന് ഇറങ്ങട്ടെ. അപ്പൊ ഈ പാവത്തിനോട് ഇട്ടിട്ടാണ് നിങ്ങൾ അസിസ്റ്റന്റ് അവിടെയാണ്. രവി അവിടെ ഇങ്ങനെ പോയോട് മടുത്തു. അതെ, പിന്നെ ഏകദേശം ഒരു 4-5 മാസത്തോളം ഞാൻ അവിടെ നിന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരാളും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു മോഡ് ഓഫ് വർക്കിംഗ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പറ്റില്ല എന്നുള്ളതും, പിന്നെ പുള്ളിയും കൂടെ പോയപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പുള്ളി ഈ പറഞ്ഞ പോലെ പല ബുക്കുകളും റെഫർ ചെയ്തിട്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം അത് കംപ്ലീറ്റ്ലി അവിടെ സ്റ്റോപ്പായി. അപ്പം ഒരു കരിയർ എന്നുള്ള രീതിയിൽ അവിടുന്ന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ പുള്ളിയോട് ചോദിക്കുന്നത്, എനിക്കൊരു മാർഗം എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു അഡ്വൈസിന് ഞാൻ വിളിച്ചതാണ് ആക്ച്വലി. അപ്പം അങ്ങനെയാണ് നമുക്കൊരു സ്ഥാപനം വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് തുടങ്ങാം എന്നുള്ളത്. ഞാനും റിസൈൻ ചെയ്തു. അപ്പോൾ രണ്ടുപേരും റിസൈൻ ചെയ്തു. അരുണിന്റെ ജോലി പോയിട്ട് എത്ര നാളായി? എനിക്ക് ഏകദേശം ഒരു 4 മാസമായിരുന്നു. 4 മാസമായി. തട്ടിമുട്ടി പോവുകയാണ് ഇങ്ങനെ. തട്ടിമുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിങ്ങിന് പോകും. അപ്പം കാരണം വരുമാനം വേണമല്ലോ, വണ്ടിയുടെ CC അടയ്ക്കണം. അപ്പം പിന്നെ കാറ്ററിങ്ങിന് പോകും. പിന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഇലക്ട്രിക്കൽ ഹെൽപ്പറായിട്ട് പോകും. പിന്നെ സബ്സ്റ്റേഷനിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കോൺട്രാക്ട് എടുക്കുമ്പോൾ അവിടെ പാനൽ ബോർഡിൻ്റെ വർക്കിന് പോകും. അങ്ങനെ ജോലിക്ക് പെർ ഡേ വേജസ് ഉള്ള ജോലിക്ക് പോകുമായിരുന്നു അത്രയും നാൾ. ബിടെക് പാസ്സായ 2 ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ അലയുന്ന അല്ലേ, അതാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. ശരി, പിന്നീട് അതൊരു ബിസിനസ് ആക്കണമെന്നുള്ള ചിന്ത വന്നപ്പോൾ റബി വന്നു. പിന്നെ അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു അപ്പം ബിസിനസ് ചെയ്യാം, സോളാർ തന്നെ നമുക്ക് വാട്ടർ ഹീറ്റർ നമുക്കറിയാവുന്ന ഇതാണ്, നമുക്ക് അങ്ങ് വാട്ടർ ഹീറ്റർ വെക്കാൻ നോക്കാം. പക്ഷെ എപ്പോഴും വാട്ടർ ഹീറ്റർ എടുക്കാൻ ആരും ക്രെഡിറ്റ് തരത്തില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ നേരത്തെ ഞങ്ങൾ ഈ കൺസൾട്ട് ചെയ്ത കുറേ കമ്പനികളുടെ വലിയ ആൾക്കാർ നമ്മളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അതിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് ചോദിച്ചാൽ കേരളത്തിൽ ഇന്നോട്ട് സബ് കോൺട്രാക്ടിങ്ങിന് ആളെ കിട്ടുന്നില്ല, പരിചയമുള്ള ഇലക്ട്രീഷ്യൻ. ഞാൻ പറഞ്ഞു 2 പേരുണ്ട്, 2 ചെറുപ്പക്കാരുണ്ട്, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരാ? ഞങ്ങളാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമോ ഇത്? എടാ നിങ്ങൾ തമാശ പറയുവാണ്. ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ, ഇന്നോട്ടാണ്. അല്ല സാറേ, ഇത് ഇന്നോട്ടാണ്, നമ്മുടെ സിറ്റുവേഷൻ അതാണ്, ഞങ്ങൾ വന്ന് ചെയ്തോളാം, ഞങ്ങൾക്ക് വർക്ക് തന്നാൽ മതി, നിങ്ങൾക്ക് കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് കമ്പനിയിൽ GST കമ്പനി അങ്ങനെ. നിങ്ങൾ കമ്പനിയെ കുറിച്ചൊക്കെ ചിന്തിച്ചോ? ഇല്ല, നമ്മൾ ഇപ്പം ഏതൊരു ജോലിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ആവേശമായിരിക്കുമല്ലോ. ഓക്കെ, ഞങ്ങൾ ഇതിൽ എക്സ്പേർട്ടാണ്, നമുക്ക് ഒരു ചെറിയ നോളജ് ആണുള്ളതെങ്കിലും അത് ഭയങ്കര അപകടമാണെന്ന് പറയും. നമുക്ക് ഒന്നിനെ പറ്റി അറിയാത്ത സമയത്ത് നമ്മൾ എല്ലാ റിസ്കിലോട്ടും ചെന്ന് ചാടുമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങി ഈ പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് അവിടെ ഒരു GST രജിസ്ട്രേഷൻ വേണം,
ഒരു ലൈസൻസ് വേണം, ബാക്കി കാര്യങ്ങൾ സ്ഥാപനത്തിനൊരു പേര് പേര് വേണം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം നോക്കുമ്പം ഒരു റൂം ഐഡൻറ്റിഫൈ ചെയ്തു അരുണിൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ആ റൂം എടുക്കാം, അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് എടുക്കാം, അങ്ങനെ GST എടുക്കാം എന്നൊക്കെ ഉള്ള ഒരറിവ് നമുക്ക് വേറെ പലരിൽ നിന്നും കിട്ടി. അപ്പോൾ ആണ് അവിടെ ഉള്ളൊരു പ്രോബ്ലം. ഒരു റൂം കിട്ടണമെങ്കിൽ നമുക്ക് അതിനൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കണം. എത്ര രൂപയാണ്? അന്ന് അവർ 20,000 രൂപയായിരുന്നു ഡെപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചത്. അപ്പം അറിയാം അരുണ് കുറച്ച് ആയിട്ട് ജോലി ചെയ്യുന്നില്ല, ഞാനും ഈ പറഞ്ഞ പോലെ ഇറങ്ങി നിൽക്കുവാണ്. അപ്പം ഒരു 20,000 എന്ന് പറയുന്നത് അന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു തുകയായിരുന്നു. അപ്പം വേറെ മാർഗ്ഗം ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വീട്ടിലോട്ട് തന്നെ പോവും. അങ്ങനെ ഞാൻ എൻ്റെ മദറിനെ വിളിച്ചു, ഇങ്ങനൊരു ആവശ്യമുണ്ട്, എനിക്ക് ഇങ്ങനൊരു ഒരു റൂം എടുക്കണം, അങ്ങനൊരു അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഹൗസ് വൈഫാണ്. അപ്പം ആളുടെ കയ്യിലും അങ്ങനെ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പുള്ളിക്കാരി ഈ വീട്ടിൽ നല്ല കോഴിമുട്ട കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കുറച്ച് കോഴികളൊക്കെ വാങ്ങിയിട്ട് ഒരു 200ഓളം കോഴികളായി. അത് അങ്ങനെ ഈ മുട്ട പുറത്തൊക്കെ കൊടുത്തിട്ട് ഒരു 20,000 രൂപ 25,000 രൂപയോളം പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ പൈസ എടുത്ത് തന്നിട്ട് ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതാണ് ആക്ച്വലി ഞങ്ങളുടെ സ്വരുക്കൂട്ടി വെച്ച കോഴിമുട്ട വിറ്റ് കിട്ടി 20,000 കൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത്. ശരി, അങ്ങനെ എടുത്തോ? റൂം എടുത്തോ? അങ്ങനെ റൂം എടുത്തു. പേരിട്ടോ? കമ്പനിക്ക് അപ്പം പേര് വേണം. അപ്പം ഇവൻ വിളിച്ചിട്ട് പറഞ്ഞപ്പം കമ്പനിക്ക് പേര്. അപ്പം ഞാനിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കിന് അവിടെ ഒരു ഷാപ്പ് കണ്ടു. അപ്പോൾ ഷാപ്പ് കണ്ട് കയറിയിടുക. അപ്പോൾ ഷാപ്പ് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ അന്നേരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷാപ്പ് ശ്രദ്ധിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അന്ന് ആ ഷാപ്പിൻ്റെ ബോർഡ് പെട്ടെന്ന് മാറ്റിയിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ബോർഡ് വെച്ചിരുന്നു. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഇപ്പോൾ അന്നേരം ഇപ്പോൾ ഫോണിൽ നിൽക്കുവാണ്, ഞാൻ വണ്ടിയെ പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഇതായിട്ട് എന്തെങ്കിലും പ്രകൃതിയുമായിട്ടുള്ള പേരുമാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വലിയൊരു മരം വന്നു. വലിയൊരു മരമാണ്. അപ്പം ഞാൻ പറഞ്ഞേട്ടാ ഇലക്ട്രി എന്നങ്ങ് ആക്കാൻ പേര്. അങ്ങനെ ഇലക്ട്രി സസ്റ്റൈനബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഇലക്ട്രി എനർജി സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പേര് നമ്മളിട്ടു. അന്നേരത്തേക്കിന് നമുക്ക് ആ പേര് പോരാ, അപ്പോഴത്തേക്കിന് വർക്ക് കിട്ടണമല്ലോ. അപ്പം നമ്മൾ സബ് കോൺട്രാക്ടിങ് ആണ്. അപ്പോൾ എല്ലാവരും ഈ റിസ്ക് ഉള്ള പ്രൊജക്റ്റുകളാണ് നമുക്ക് തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഇലക്ട്രി എനർജി സൊല്യൂഷൻ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. അതായത് പെരമണ്ടയ്ക്കാണല്ലോ പണി. എന്ത് റിസ്ക് ഏത് മണ്ടയ്ക്കും കയറി ഏത് മുകളിലും കയറി പണി ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ്. പണ്ട് തൊട്ടേ മരത്തിൽ കയറാൻ ഞാൻ മിടുക്കനായതുകൊണ്ട് ഏത് പെരയുടെ മുകളിലും ഞാൻ കയറുമായിരുന്നു. അങ്ങനെ റിസ്ക് മാനേജ്മെന്റ് അർത്ഥമൊന്നും. ആദ്യത്തെ ഓർഡർ ഒരു ചെന്നൈയിലുള്ളൊരു കമ്പനിയാണ് നമുക്ക് തരുന്നത്. ചെന്നൈയിലുള്ളൊരു കമ്പനി എന്ന് പറഞ്ഞാൽ അത് ഒരു തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ കെയർ ഓഫിലാണ് അത് വന്നത്. അങ്ങനെ വന്നത് നേരെ കണ്ണൂരാണ് വരുന്നത്. കണ്ണൂരാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ണൂർ പോവാണ്? അതെ, ഇത് ഈ സബ് കോൺട്രാക്ടിങ് വർക്കാണ് ആക്ച്വലി. സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കിയായിരുന്നു കുറഞ്ഞ കാലം നമ്മൾ ജോലി ചെയ്തിട്ടുള്ളെങ്കിൽ അവിടുന്ന് ഒരു നെറ്റ്വർക്കിംഗ് നമ്മൾ ചെയ്തുകൊണ്ട് അവർ ത്രൂ തന്ന വർക്കാണ്. അപ്പം അന്ന് അതിന് നമുക്ക് ഒരു 5,000 രൂപയാണ് അതിന് നമുക്ക് കിട്ടുക. ലാഭമല്ല, ടോട്ടൽ ആ ഒരു വർക്ക് ചെയ്ത 5,000 രൂപ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് അറിയില്ല ഇതിന് എത്ര കിട്ടുമെന്നുള്ളത്. അപ്പം നമ്മളോട് ഇത്രയും തരാമെന്ന് പറഞ്ഞു, നമ്മൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണൂരാണ്, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ആലപ്പുഴയാണ്. അങ്ങനെ പുള്ളിയുടെ ഫാദർ ഈ ഫീൽഡിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും അവിടെ കുറേ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ടൂൾസ് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏതെങ്കിലും പോരാതെ വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് എല്ലാ ടൂൾസും ഞങ്ങളൊരു വലിയ ബാഗിനകത്താക്കി ഒരു ബസ്സിൽ കയറിയിട്ട് ഇവിടുന്ന് നേരെ KSRTC ഉണ്ട്, കണ്ണൂർ പോയി അവിടെ ഇറങ്ങി അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ രണ്ടുപേരും പോകുന്ന സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനാണ്? സോളാറിന്റെ ഇലക്ട്രീഷ്യൻ, അതായത് ഇലക്ട്രീഷ്യന്മാരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സോളാർ പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ സോളാർ അവരവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ സോളാറിന്റെ പാനലും ഇൻവേർട്ടേഴ്സും എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും ഇലക്ട്രീഷ്യന്മാരായിട്ടാണ് ഈ പോകുന്നത്, 2 ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരായിട്ട്. 5,000 രൂപ കിട്ടുന്നുള്ളത് കിട്ടിയ ടൂൾസ് ഒക്കെ ആയിട്ട് പോയേക്കാണ്. അച്ഛന്റെ ടൂൾസും പിന്നെ അച്ഛൻ്റെ അനിയന്മാരുടെ ടൂൾസ് എല്ലാം കൂടെ കുടുംബത്തെല്ലാം പോയി കിട്ടുന്ന എല്ലാം കൂടെ പെറുക്കിയെടുത്തു. കാരണം നാളെ ഒരു കുറവ് വരത്തില്ലല്ലോ. ആദ്യമായിട്ട് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമായിരുന്നോ? വർക്ക് ചെന്ന് അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് വീടിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ഓടിട്ട്, അതായത് കോൺക്രീറ്റ് ഇട്ട് മണ്ടയ്ക്ക് ഓടാണ് ഇട്ട്. അപ്പോൾ ഞങ്ങൾ ഓടിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു ആ ഓടിൻ്റെ മണ്ടയ്ക്ക് ഡ്രില്ലടിച്ചിട്ട് അങ്ങ് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കേരളമാണ്, ഇവിടെ ഇത് ഓടിന് ഡ്രില്ലടിക്കാൻ പറ്റും. വീട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു അത്രയും ഓട് താഴെ ഇറക്കി വെച്ചിട്ട് അതിന് പകരം പാനൽ വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി അവിടെ റൂം എടുത്തു. ഇത്ര രൂപയെ കിട്ടത്തുള്ളൂ, സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു ലേബറെ കൂടെ വിളിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ വീട്ടുകാരൻ്റെ മുമ്പിൽ നിസ്സാരമായിട്ട് ഇരുന്നു. പിന്നെ വിളിച്ചിട്ട് ചെന്നൈയിൽ അയാൾ ഫോൺ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് പൈസയില്ല.
പിന്നെ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ആ ഓട് ഇറക്കാമെന്ന്. അങ്ങനെ ഏകദേശം ഒരു 900 ഓടോളം ഞങ്ങൾ രണ്ടുപേരും റിസ്ക് എടുത്ത് വെറുതെ അല്ല റിസ്ക് മാനേജ്മെന്റ് പേരിട്ടത്. അത് ആ റിസ്ക് മാനേജ്മെന്റ് ഇട്ടുപോയി, റിസ്ക് എടുത്തേ വരുന്നത്. അങ്ങനെ ആ ഓടെല്ലാം കൂടെ ഇളക്കി മാറ്റി. ഞങ്ങൾ ഇവനൊരു കുഴപ്പമെന്നു വെച്ചാൽ ഇതിൻ്റെ കയ്യിലെ തൊലി പെട്ടെന്ന് പൊട്ടും. ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലി പൊട്ടും. അതെപ്പോഴും ഞാൻ കെയർ ചെയ്തിട്ട് പിന്നെ വലിയ ഹാർഡ് വർക്ക് അങ്ങനെ വലുതായിട്ട് കൊടുക്കുകയില്ല. അങ്ങനെ എല്ലാം ഓടും ചുമ്മി താഴെ ഇറക്കി എല്ലാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പകരം പാനൽ ഞങ്ങൾ തന്നെ ചുമ്മി കയറ്റി. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പണി തീർക്കണം. അങ്ങനെ ഞങ്ങളൊരു വീട്ടുകാരനോട് പറഞ്ഞു. എന്നെ ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു വൈകിട്ടൊരു 10-10:30 ആയപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ആ കംപ്ലീറ്റ് വർക്കും നേരം പണിയെടുത്തു. ഉച്ചയ്ക്ക് കഴിച്ചില്ല. അപ്പോൾ ആ കണ്ണൂരുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഭയങ്കര നല്ല, ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും നല്ല ആൾക്കാർ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു 9-10 വരെ നിന്ന് ആ വർക്ക് കംപ്ലീറ്റ്ലി തീർത്തു. അത് തീർത്ത് കഴിഞ്ഞിട്ട് നേരത്തെ ഇറങ്ങാൻ പോകുമ്പോഴാണ് ഇറങ്ങാൻ പോകുമ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു, ഒരു സന്തോഷമുണ്ട്, ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് പോകാമെന്നുള്ളൊരു രീതിയിൽ എല്ലാ ടൂൾസ് എല്ലാം അടുക്കി വെക്കുന്നതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹാമർ പോലുള്ള ഒരു ടൂള്, അത് നേരെ വീട്ടിൽ നമ്മൾ ഈ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് പർഗോളായിട്ട് ഇടുന്ന ഗ്ലാസിൻ്റെ മുകളിലോട്ട് അത് വീണു. ഗ്ലാസ് മുകളിൽ നിന്ന് വീണു, ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തമായിട്ട് പൊട്ടിപ്പോയി. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണോ ഞങ്ങൾ പോയത് അത് ആ വീട്ടുകാരൻ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പോരേണ്ട 5000 രൂപ പോയി. 5000 രൂപ. പിന്നെ അന്നേരം ചെന്നൈയിൽ അയാൾ വിളിച്ച് ഭയങ്കര പ്രശ്നമായി. എന്നോട്ട് പൈസ, നമ്മൾ പറഞ്ഞു പൈസ വേണ്ട, ഇത് ഇപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലെന്ന്. അങ്ങനെ തൃശ്ശൂരുള്ള ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്ത്, നിങ്ങൾ കണ്ണൂർ വന്നതല്ലേ, വിഷമിച്ച് പോകണ്ട, അവിടെ വേറൊരു വർക്കുണ്ട്, അത് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ സ്റ്റേ ചെയ്തു. അതുകൊണ്ട് വേറൊരു വർക്ക് രണ്ടാമത് പോയി വേറൊരു വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചുമ്മാതെ പോയി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്ത പോലെ ആയിപ്പോയി. ആദ്യത്തെ വർക്കായിരുന്നു, മാനസികമായിട്ട് വിഷമമുണ്ടായി. പിന്നെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടിൻ്റെ ആദ്യത്തെ വർക്കായിരുന്നു. അത്രയും വലിയൊരു വർക്ക് അന്ന് തരിക എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ ആര് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. തമിഴ്നാട്ടിൽ നിന്നും UP നിന്നൊക്കെ വന്ന് ചെയ്യും. ഇന്ന് ചെയ്യുന്ന ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം. പുതിയൊരു കാര്യം പൈസ കിട്ടിയില്ലെങ്കിൽ വർക്ക് അത് അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി, കമ്പനി നമുക്കിനി വേറെ വർക്ക് അവർ തരുമല്ലോ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പൈസ നോക്കിയില്ല, ഞങ്ങൾ തിരിച്ചിങ്ങ് വരുമായിരുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പല കാര്യങ്ങളും നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ടൂൾസ് വേണം, എല്ലാ ടൂൾസുമായിട്ട് നമ്മൾ പോകേണ്ടതില്ല. ആവശ്യമില്ലാത്ത ടൂൾസ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇങ്ങനെ വീഴും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊരു സ്ട്രക്ചേർഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് അറിയാവുന്ന രീതിയിലോട്ട് നമ്മൾ അതിനെ ഇതാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ സുഹൃത്ത് വലയങ്ങൾ നല്ലതായതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ കുറേ പരിചയക്കാരുള്ളത് കൊണ്ടും തുടർന്ന് ഞങ്ങൾക്ക് കുറേ സബ് കോൺട്രാക്ടിങ് വർക്കുകൾ കിട്ടി. അത് ഏകദേശം അത് പിന്നെ ഓർഡർ കിട്ടാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് നമ്മൾ ഒരു ദിവസം കൊണ്ട്, ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർത്തതാണെങ്കിലും അത് ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കുന്നവർ എന്നുള്ള ഒരു പോസിറ്റീവ്നെസ് അവിടെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പം ഇവരുടെ കെയർ ഓഫിൽ വേറെ സബ് കോൺട്രാക്ട് കൊടുക്കുന്ന കമ്പനികൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. കൂടാതെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം പറ്റില്ലല്ലോ, അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളും പുള്ളിയുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ അവരൊക്കെ എത്ര പ്രോജക്റ്റ് വരെ നിങ്ങൾ മാത്രമായിരുന്നു? ഞങ്ങളൊരു 50 പ്രോജക്റ്റ് വരെ. നിങ്ങൾ ഈ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക ഇന്നും ഞങ്ങളത് പുറകോട്ട് ചിന്തിക്കുമ്പോൾ അതെന്ന് എങ്ങനെ ചെയ്തു എന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയത്തില്ല. ഒരു സൈറ്റിലൊരു 15 കിലോവാട്ട്, ഞങ്ങളുടെ ഒരു കണക്ക് പറയാം, ഒരു 15 കിലോവാട്ട് ഞങ്ങളൊരു 1.5 ദിവസം കൊണ്ട് തീർത്തു. അതായത് ഇന്നത്തെ കൂട്ടല്ല, അന്ന് പാനലും കൂടെ കയറ്റി സ്ട്രക്ചർ ഫിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ രാത്രിയിൽ ഇവൻ ഉറങ്ങുമ്പം ഞാൻ വയർ ചെയ്യും, രാത്രിയിൽ ഇവൻ ഉറങ്ങും, അപ്പം ഞാൻ പോയിട്ട് വയർ ചെയ്യും, മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവനെ ഉറക്കം എണ്ണിച്ച് വരും, എന്നിട്ട് ഇവൻ കുറച്ച് പണി ചെയ്യും, ഇപ്പം ഞാൻ പോയി കിടന്നുറങ്ങും. അങ്ങനെ തൃശ്ശൂർ വരെ പോയി നമ്മൾ ഓൾ കേരള പോയി ചെയ്യുക. ഈ റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പേരുള്ളതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ റിസ്ക്കും നമ്മുടെ അടുക്ക് വരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് നമ്മൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചു തുടങ്ങി. അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ട് വന്നു. അവരുടെ സപ്പോർട്ട് അവർ പൈസ നോക്കാതെ നമ്മുടെ കൂടത്തിൽ ഒരുപാട് പേര് നിന്നു. അങ്ങനെ അവർ പിന്നെ പെയ്യെ അവരിലോട്ട് അവർ ചെയ്യാൻ തുടങ്ങി. ഈ പ്രൊജക്റ്റ് ഞങ്ങൾ മോണിറ്റർ ചെയ്ത് മൾട്ടിപ്പിൾ സബ് കോൺട്രാക്ടിങ് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തു വന്നൊരു റെഫറൻസ് വന്നിട്ട്
ഒരു NRI ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് ചെയ്യാമെന്ന്. സോളാറിന്റെ ഇത് ചെയ്യാം. അന്ന് സബ്സിഡി ഒക്കെ ഉള്ളൊരു സമയമാണ്, സോളാർ പ്രീമിയം സെഗ്മെൻറ്റിൽ നിൽക്കുന്നൊരു സമയമാണ്. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്നുള്ളൊരു കാരണം ഇത്രയും പ്രൊജക്റ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അഡ്വാൻസ് കിട്ടി, ഞങ്ങൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഒരു ജേർണിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് എന്നുള്ളൊരു. ആ വർക്ക് ഭംഗിയായിട്ട് എന്ത് വർക്കായിരുന്നു അത്? അത് ഒരു പ്രൊജക്റ്റ് ഒരു 3 കിലോവാട്ട് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ആ കസ്റ്റമറിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ടും അവിടെ നല്ലപോലെ തന്നെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നു. അതെ, ഫസ്റ്റ് കസ്റ്റമർ. അദ്ദേഹം ഒരുപാട് റെഫറൻസുകൾ തന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഗ്രോത്ത് ആയിരുന്നു. അവിടുന്ന് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഒക്കെ ഒന്ന് ശരിയായി വരുമ്പം അടുത്ത പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ അവതരിക്കുമല്ലോ. ആ സമയത്ത് ഞങ്ങൾ ഈ ഷോപ്പ് ഇപ്പം റെന്റ് കുറഞ്ഞ് കിട്ടണം, ഡെപ്പോസിറ്റ് ഇല്ലാതെ കിട്ടണം എന്നുള്ള അരുണിൻ്റെ വീടിനടുത്തുള്ള ഒരു ഷോപ്പാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അരുണിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പമ്പയാറിന് ചേർന്നുകൊണ്ടുള്ള ഒരു വീടാണ്. സമയത്താണ് 2018 ഓഗസ്റ്റിൽ പറഞ്ഞ ഫ്ലഡ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രൊജക്റ്റിൽ നിന്നും ചെറുതായിട്ടുള്ളതൊക്കെ നമ്മൾ പല ടൂൾസായിട്ടും ചെറിയ സ്റ്റോക്കായിട്ടും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇൻസിഡൻ്റ് അവിടെ വന്നു. ഇതെല്ലാം പ്രളയത്തിൽ എഫക്റ്റഡ് ആയി. വെള്ളം കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് ടോപ്പ് ടച്ച് ചെയ്യുക, മീൻസ് ആ ഫ്ലോർ മൊത്തം ടച്ച് ചെയ്യുന്ന രീതിയിൽ വെള്ളം വന്നു. എന്തൊക്കെ അതിനകത്തുണ്ടോ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്താണെന്നൊന്നും അറിയില്ല, ഇൻഷുറൻസ് എടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ധാരണയും നമുക്കില്ല. അങ്ങനെ പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ വീടിലും വെള്ളം കയറിയിട്ടുണ്ട്. പുള്ളി 1ാം നിലയിലിരിക്കുന്നു. ഞാൻ ഈ കോളേജിലെ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ട് അവിടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ ഇൻവോൾവ്ഡ് ആയിട്ട് കാര്യങ്ങൾ, കാരണം ആ സമയത്ത് പിന്നെ നമുക്ക് ബിസിനസ് എന്താ കാര്യങ്ങളൊന്നുമില്ല, അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് അങ്ങ് പോയി. അങ്ങനെ ഈ ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ശരിക്കും ഒന്നേന്ന് പറഞ്ഞു അതിനും സഹായിച്ചത് ഈ ഫ്ലഡിൻ്റെ സമയത്ത് പല കസ്റ്റമേഴ്സിനും കറണ്ട് ഇല്ലാതെ വന്നു. ആ ഒരു സമയത്ത് ഇവർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ഞാൻ വള്ളത്തെ വരെ പോയി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വള്ളം പിടിച്ചു പോയിട്ട് അവിടെ പോയിട്ട് അവർക്ക് ഇൻവെർട്ടർ ആണെങ്കിലും ഓക്കെ ഞാനത് ചാർജ് ചെയ്യത്തക്ക രീതിയിലോട്ട് ആക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്തേണ്ട ഇത് ഫ്ലഡ് മാറിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിച്ച് ഇവരുടെ സഹായം വരാൻ തുടങ്ങി, ഇവർ റെഫറൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫ്ലഡ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ ഞങ്ങൾ തിരുവല്ല എന്നുള്ളൊരു കൂടുതലും തിരുവല്ലയിലോട്ട് കുറച്ചുകൂടെ മാറിയാലോ എന്നത്. കാരണം അവിടെ നിന്ന് കുറേ എൻക്വയറീസ് വരും. ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്താണ് എല്ലാവരും പറയുന്നത് ഈ സോളാറിൻ്റെ ഒരു സിസ്റ്റത്തിനകത്തിൽ ബാക്കപ്പിനും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത്. വീട്ടിൽ എത്ര ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രളയം വന്നപ്പം ആർക്കും ഒരു പ്രയോജനമില്ലാതായിപ്പോയി. സോ അവിടുന്ന് ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഞങ്ങളുടെ ഒരു ടേണിംഗ് പോയിൻ്റ് അവിടെ നിന്ന് ജനറേറ്റ് ആവുമായിരുന്നു ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ക്ലയൻറ്റ് വന്നു. അദ്ദേഹം ഒരു NRI ആയിരുന്നു. അദ്ദേഹം ഈ ഒരു ഫ്ലഡിൻ്റെ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെള്ളം കയറിയില്ലായിരുന്നു, പക്ഷേ ആ നാട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, ജനറേറ്റർ ഇല്ലായിരുന്നു, ഇരുട്ടത്തിരിക്കുക. വീട്ടിൽ ഓൺ ഗ്രിഡ് സോളാറ്. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളൊരു പ്രപ്പോസൽ പഠിച്ചിട്ടൊരു ഇത് കൊടുത്തു. അങ്ങനെ സ്വിസ് മെയ്ഡായിട്ടുള്ള ഒരു ഹൈബ്രിഡ് സെഗ്മെൻറ്റിലോട്ട് നമ്മൾ അങ്ങനെയാണ് കടക്കുക. ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി സ്റ്റോറേജ്. അതെ, ബാറ്ററി സ്റ്റോറേജ്. അത് ഒരു ഓൺ ഗ്രിഡായിട്ടും ഓഫ് ഗ്രിഡായിട്ടും വർക്ക് ചെയ്യും. അപ്പം ആ ഒരു സെഗ്മെൻറ്റിലോട്ട് നമ്മൾ അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്വിസ് മെയ്ഡായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. അങ്ങനെ അദ്ദേഹം അത് ചെയ്തു. അന്നത് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്നതിനേക്കാളും ഭയങ്കര കോസ്റ്റായിരുന്നു. അദ്ദേഹം നമ്മൾ ഒരു 2 എൻജിനീയറിംഗ് ചെറുപ്പക്കാരിൽ അർപ്പിച്ചൊരു വിശ്വാസം, നമ്മളത് പരിപൂർണമായിട്ടും അവിടെ ലാഭത്തിലുപരി ഞങ്ങളത് ചെയ്യുന്നതിനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം ഒരു പുതിയ ടെക്നോളജി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ദൈവസഹായത്താൽ അത് ഭയങ്കര സക്സസ്ഫുള്ളായി. പിന്നെ വളർച്ചയുണ്ടായോ? പിന്നെ വളർച്ച ഉണ്ടായി സ്വാഭാവികമായിട്ടും. കാരണം എല്ലാവരും ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ നമുക്ക് പറ്റി. അപ്പോൾ ആളുകളെ കൂടുതൽ നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റി. ആ രീതിയിൽ പ്രൊജക്റ്റുകളുടെ എണ്ണം കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. അപ്പം നമ്മൾ ഹയറിങ് എന്നുള്ള ഒരു പ്രോസസ്സിലോട്ട് വന്നു. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പം നമുക്ക് ഹയർ ചെയ്യാൻ കിട്ടുന്നത് നമ്മൾ പഠിച്ച കോളേജിലുള്ള ജൂനിയേഴ്സിനെയാണ്. എൻ്റെ ഫസ്റ്റ് എംപ്ലോയി എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു. ഞങ്ങളുടെ തന്നെ ഒഫീഷ്യലായിട്ട് നമ്മൾ സാലറിയുടെ കൊടുക്കുന്ന ഒരു എംപ്ലോയി ഞങ്ങളുടെ ഒരു ജൂനിയറാണ്. ആൻ്റണി എന്നാണ് ആളുടെ പേര്. ആൾ വന്നു, ജോയിൻ ചെയ്തു. പുള്ളിയുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രൊജക്റ്റുകൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുമ്പോഴാണ് വീണ്ടും അടുത്ത ഒരു പ്രതിസന്ധി വരുന്നു, കോവിഡ്. അപ്പം കോവിഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. കാരണം
നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രീമിയം കസ്റ്റമേഴ്സിനെ ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അവർ പല NRIസും അവിടെയുള്ള ജോലിയുടെ കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് വന്നു. അതുപോലെ നമുക്ക് കിട്ടുന്ന റെഫറൻസ് അപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലായിരുന്നു നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മുടെ കമ്പനിയുടെ ഒരു USP. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റക്കായിപ്പോയി. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, വാടക അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ളൊരു നിലയിൽ ഒരാൾ വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നു, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തു, പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു ആളുടെ. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ബൂം ഉണ്ടാകും. ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ എണ്ണം കൂട്ടി. അങ്ങനെ എംപ്ലോയീസിൻ്റെ എണ്ണം കൂട്ടി, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വലുതാക്കി, വണ്ടി എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി അങ്ങ് ഗ്രോ ആകാൻ തുടങ്ങി. ആ ഒരു സെഗ്മെൻറ്റിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് സ്വാഭാവികമായിട്ടും വരുമ്പോഴത്തേക്കിന് ഈ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ ഇൻവെസ്റ്റർ അങ്ങ് ബാക്ക് ചെയ്തു. ബാക്കൗട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മളൊരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തിട്ടില്ല, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് അങ്ങനെ ഒരു കമ്പനി കൊണ്ടുപോകണമെന്ന് അറിയില്ല. അപ്പം നമ്മളുടെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ട് പോക്ക് അദ്ദേഹത്തിന് പ്രോഫിറ്റബിൾ ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം എമൗണ്ട് വിഡ്രോ ചെയ്തു. അത് നിങ്ങളെ വല്ലാണ്ട് ബാധിച്ചു. ബിക്കോസ് നമ്മൾ വലിയൊരു പ്രൈം ലൊക്കേഷനിലോട്ട് നമ്മൾ ഓഫീസ് ചേഞ്ച് ചെയ്തായിരുന്നു. നല്ലൊരു റെന്റ് വരുന്നത്, നമ്മളവിടെ നല്ല ഫർണിഷ് ചെയ്തായിരുന്നു, ഒരുപാട് എംപ്ലോയീസിനെ ഹയർ ചെയ്തായിരുന്നു. അപ്പം പെട്ടെന്ന് നമ്മളുടെ ഒരു റവന്യൂ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ക്യാപിറ്റലിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് ബാക്ക് ചെയ്യുമ്പം എക്സ്പെൻസ് അതനുസരിച്ച് കൂടി നിൽക്കുകയും കൂടെ ചെയ്തപ്പം നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് നമ്മൾ ഡൗൺ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കുറച്ച് ഇവിടുന്ന് മൊത്തം കൂടെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ്. അതായത് അവിടുന്ന് കുറച്ചൊരു പെട്ടിയോട്ടയ്ക്കകത്ത് കുറേ കിട്ടിയ ടൂൾസും പിന്നെ കുറച്ച് പൈപ്പും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടിട്ട് എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പം അന്നേരത്തേക്കിന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കിയപ്പം അവിടെ ഒരു പള്ളിയിലച്ഛൻ്റെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് ഒരു ഏജൻറ്റ് മുഖാന്തരം പറഞ്ഞു. അങ്ങനെ അച്ഛനെ പോയി കണ്ടു. അച്ഛനെ പോയി കണ്ടപ്പോഴത്തേക്കിന് അച്ഛൻ്റെ അടുക്കൽ നമ്മൾ പറഞ്ഞു, ഇന്നോട്ട് ഞങ്ങൾ 2 ചെറുപ്പക്കാരാണ്, ഇതാണ് ഇന്ന സിറ്റുവേഷൻസ് എല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കേൾക്കുന്നുണ്ടായിരുന്നു. മകൻ പറഞ്ഞു, ഓക്കെ അച്ഛാ, ഇവർ നമ്മളെപ്പോലെ തന്നെയല്ലേ, എന്നെപ്പോലെ തന്നെയല്ലേ, അവർക്ക് സപ്പോർട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇന്നോട്ട് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് തരാനായിട്ട് വലിയൊരു തുകയില്ല, തിരുവല്ല പോലൊരു ഏരിയയിൽ ഡെപ്പോസിറ്റ് തരാൻ തുകയില്ല, വലിയ തുകയില്ല, ഞങ്ങൾ വാടക തന്നോളാം. അപ്പം അദ്ദേഹം കുറേ ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നീ എന്തായാലും ഇത് ദൈവാനുഗ്രഹമുള്ള വീടാണ്. അദ്ദേഹവും അച്ഛനാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അച്ഛനാണ്, പള്ളിയിലെ അച്ഛനാണ്, പ്രീസ്റ്റാണ്. അപ്പം പറഞ്ഞ് ദൈവാനുഗ്രഹമുള്ളൊരു വീടാണ്, ഇവിടെ നിന്ന് നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും, നിങ്ങൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ആദ്യത്തെ ഈ മെറ്റീരിയൽ എല്ലാം കൊണ്ടൊന്ന് അവിടെ ഇറക്കി. ഞങ്ങൾ 2 പേരും വിശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഫോണിലൊരു കോള് വരുന്നു. അരുണ, എൻ്റെ അനിയൻ്റെ വീട്ടിൽ സോളാർ വെക്കണം, നീ ഇങ്ങോട്ട് വാ, ചെയ്യണമെന്ന് പറഞ്ഞു വിളിക്കും. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടനെ ഞാൻ പറഞ്ഞു, ശരി സാർ, വരുവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് 2 പേർക്ക്, കാരണം എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, കല്യാണത്തിൻ്റെ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് കടം മേടിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അളിയനെ താലിമാലയെല്ലാം പെഗക്ക് അളിയൻ്റെ ഇടുന്ന മാലയെല്ലാം ഞാൻ മേടിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ നിന്നും കടം മേടിച്ചിട്ടിരിക്കും, പൈസയൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം കസ്റ്റമറിൻ്റെ അടുക്കൽ ചെന്നിരുന്നു. ഇപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് കിട്ടിയാലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, പൈസ ഇല്ല കയ്യിൽ. ഞാനിങ്ങനെ പെട്ടെന്നാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ടോ ഗുരുക്കന്മാർ ഇതുകൊണ്ടോ പുള്ളിക്കാരൻ പറഞ്ഞു, എന്തെങ്കിലും ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സാർ ഫുൾ എമൗണ്ട് തരുവാണെങ്കിൽ 1% ഞാൻ ഡിസ്കൗണ്ട് തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും ചെക്കപ്പ് ഇടണം, 2 ചെക്കപ്പ് എന്തിനാണ് ഒപ്പിടുന്നു, ഒറ്റ ചെക്കപ്പ് ഇട്ടാൽ പോരെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പോൾ ക്യാപിറ്റൽ ഫുള്ളായിട്ട് വന്നില്ല. അത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള പ്രൊജക്റ്റുകൾക്കെല്ലാം ഞങ്ങൾ ഈ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾ അങ്ങനെയാണ് കൊടുത്തത്. അതെ, അത് നമുക്ക് ഒരു റെഫറൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്കതൊരു വർക്കൗട്ട് ആവുന്ന ഒരു മെത്തേഡാണെന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 1% നമ്മൾ ഫുൾ പേയ്മെൻറ്റ് അഡ്വാൻസ് തരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. കൂടുതൽ റെഫറൻസ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമില്ലാതെ അവർ തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു വളർന്നു. അപ്പോൾ ആ സമയം കൊണ്ട് പേര് മാറ്റി പേര് മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജി സൊല്യൂഷൻസ്. പിന്നെ ഈ റിസ്കിന്റെ പരിപാടിയൊക്കെ ഞങ്ങൾ അതേപോലെ തന്നെ അപ്പോഴത്തേക്ക് ട്രേഡ് മാർക്ക് എടുക്കണം, കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ആ പേരിന് ഒരിക്കലും നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സോളാർ ബേസ് എന്ന് പറഞ്ഞ പേരിലോട്ട്
നമ്മൾ മാറ്റി ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്നത് അരുണൻ റബിയുടെയും സോളാർ ബേസ് സോളാർ ആണ്. ബേസ് എന്നുള്ളതാണ്. ഓക്കെ, സോളാർ ബേസ് പിന്നീട് എന്തിലാണ് ഈ ഫോക്കസ് ചെയ്തത്? സോളാർ ബേസ് ആക്ച്വലി ഫോക്കസ് ചെയ്തത് ഞങ്ങൾക്ക് നേരത്തെ ഇട്ട അടിത്തറയുടെ ബലത്തിൽ നല്ല അന്നിട്ടൊരു അടിത്തറയ്ക്ക് ഇത്രയും ബലം ഉണ്ടെന്നറിയുന്ന സോളാർ ബേസിനകത്തിൽ കസ്റ്റമറിൻ്റെ എൻക്വയറീസ് വരുമ്പോൾ ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് നമ്മുടെ ഇടയ്ക്ക് ഹൈബ്രിഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും സാർ അത് 3 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. 3 കൊല്ലം മുമ്പ് അത് പുതിയ ടെക്നോളജി? അല്ല സാർ അത് പഴയതാണ്, അത് 3 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ റെഫറൻസ് അവിടെ വിളിക്കുന്ന കസ്റ്റമർ ആയാലും പറയുന്നത് ഓക്കെ ഞാൻ പ്രളയത്തിന് ഒന്ന് വെച്ചപ്പോഴത്തേക്കിന് ഇവരാണ് വന്ന് ചെയ്തത്, അത് ഇത്രയും നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഹൈബ്രിഡ് സെഗ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് ഞങ്ങളതൊരു മൊണപ്പൊളിയായിട്ട് തന്നെ മാറിയെന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അറിവിലേക്ക് ഹൈബ്രിഡ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കാമോ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കമ്പൈൻ ചെയ്ത ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെയും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെയും സിമ്പിളായിട്ട് പറയാം, നമ്മുടെ വീട്ടിൽ കറണ്ട് ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ നേരെ KSEBക്ക് കൊടുക്കുന്നു അല്ലേ, അങ്ങനെ ഒരു ബില്ലിംഗ് സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ KSEBക്ക് കൊടുക്കാൻ കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോറേജ് ഇല്ല. അത് പണ്ട് കാലത്ത് ബാറ്ററി ആണെങ്കിലും അത് കുറച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. പക്ഷേ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടാം, എത്ര വേണം. അതായത് നമ്മുടെ വീട്ടിലെ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ AC അടക്കമുള്ള എല്ലാ ലോഡുകളും ഇതിനകത്തിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഹൈബ്രിഡിലാണ്. അപ്പോൾ നമ്മൾ ഈ മഴവെള്ളം സംഭരിക്കണം, ഡേറ്റ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളിപ്പോൾ പുതിയൊരു വാക്ക് ഇത് എനർജി സ്റ്റോറേജ്, ഇതാണ് പുതിയ മാർക്കറ്റ് ഹൈബ്രിഡ്. അതൊരു വിജയ മോഡലായി. അതെ, അതൊരു വിജയ മോഡൽ ആകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതുവരെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോയതാണ്. അപ്പോൾ അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പല വീഴ്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഇനി പഠിച്ചിട്ട് ചെയ്യാം. ഇതുവരെ അറിഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുക എന്നുള്ളതിന് പകരം എന്താണോ ശരി അത് പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ കോച്ചിങ്ങുകൾ, ബിസിനസ് കോച്ചിങ്ങുകൾ, മെന്റർഷിപ്പ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സാറിനെയും പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ പല മെന്റർഷിപ്പുകളും പല കോച്ചിങ്ങുകളും എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് USP എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ നോക്കുമ്പം മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഇല്ലാതെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നും ഈ പ്രോജക്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് എനർജി സ്റ്റോറേജിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അന്ന് തൊട്ടേ അത് ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം വരുന്നുണ്ട്. മാർക്കറ്റിൽ എല്ലാവരും അത് ഒപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് മാർക്കറ്റ് വരികയാണല്ലേ. ഞങ്ങൾക്ക് നമ്മുടെ സോളാർ ബേസിന്റെ വളർച്ച ഒന്ന് നോക്കാം. അരുൺ, ഇപ്പോൾ വളർന്ന് നമുക്കിപ്പോൾ എത്ര എംപ്ലോയീസ് ആയത്? നമുക്കിപ്പം 60 പേരടങ്ങുന്ന ഒരു ടീമാണ്. 60 എംപ്ലോയീസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ 2 പേര് മറ്റേ പെരപ്പുറത്ത് കയറിയ ആൾക്കാരാണ്. 60 പേർക്ക് 60 കുടുംബങ്ങൾക്ക് അന്നം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ വളർന്നു അല്ലേ. എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും നമുക്ക് ഏകദേശം 3000+ കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ന്. വെരി ഗുഡ്. നമുക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഇന്നിപ്പം നമുക്ക് മൊത്തം വരുന്നത് 4 ബ്രാഞ്ചസ് ആണ്. അത് 2 കേരളത്തിൽ വരുന്നുണ്ട്, കാലിക്കറ്റും തിരുവല്ലയും. പിന്നൊരെണ്ണം ബാംഗ്ലൂർ, പിന്നൊരെണ്ണം ഉള്ളത് ദുബൈയിലാണ്. ഇപ്പോൾ നമ്മൾ UAE-ലോട്ടും നമ്മുടെ സർവീസ് വ്യാപിച്ചിട്ടുണ്ട്. അതൊരു വലിയ വളർച്ച തന്നെയാണ്. രവി, ഈ ഇൻഡസ്ട്രി വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് സോളാർ. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞോ സോളാർ? ഇല്ല, ഒരിക്കലും ഇല്ല. കേരളത്തിൻ്റെ ഒരു ടോട്ടൽ കപ്പാസിറ്റിയുടെ ഏകദേശം 2-3% മാത്രമേ നമ്മൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം പോലും എത്തിയിട്ടുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ഒരു ജീവിത സാഹചര്യം നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഇപ്പം യൂറോപ്യൻ കൺട്രീസുമായിട്ടോ അല്ലെ US അല്ലെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ആളുകൾ ഈ സേവിങ്സ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഒരു കൺവീനിയൻസ് എന്നൊരു ഫാക്ടറും കൂടെ പലപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. അവിടെയാണ് നമ്മളുടെ ഈ പറഞ്ഞേക്കുന്ന എനർജി സ്റ്റോറേജ് അല്ലെങ്കിൽ ഈ സോളാറിൽ നിന്നുള്ള പവർ സ്റ്റോർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതിൻ്റെ ഒരു സാധ്യത കൂടെ വരുന്നത്. അത് ശരിക്കും വളരെ ഏർലിയർ സ്റ്റേജിൽ മാത്രമാണ് ഇപ്പം നിൽക്കുന്നത്. ഒട്ടും സ്റ്റാർട്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോളാർ ബേസ് നിരവധി സോളാർ കമ്പനികളുള്ള നാടാണ്. എങ്ങനെയാണ് നിങ്ങൾ വ്യത്യസ്തമാവുന്നത്? ഞങ്ങൾ വ്യത്യസ്തമാകുന്നത് ഈ പറഞ്ഞേക്കുന്ന വേൾഡിലുള്ള, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, വേൾഡിലുള്ള എല്ലാ ടെക്നോളജീസും ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പറയാം തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് ചെയ്തേക്കുന്നത് നമ്മളുടെ കമ്പനിയാണ്. നിങ്ങളാണ് ഹൈബ്രിഡിന്റെ രാജാക്കന്മാർ. ഹൈബ്രിഡ് ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് പെർ മന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനർജി സ്റ്റോറേജ് സിസ്റ്റം, സ്കൂളുകൾക്ക് വേണ്ടിയുള്ള എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനകത്തിൽ നമ്മൾ എക്സ്പെർട്ടൈസാണ്.
ESS എന്ന് പറയും, എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനകത്തിൽ ഏറ്റവും കൂടുതൽ ESS ചെയ്തേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കൊമേഴ്ഷ്യൽ വൈസിന് നമ്മൾ തന്നെയാണ് ഇപ്പം വന്ന് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇപ്പം കൂടുതൽ വരുന്നത്. സ്കൂള്, കോളേജ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സ്കൂളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഹൈബ്രിഡിലേക്ക് മാറേണ്ടത്? നോർമലി ഒരു സോളാറിലോട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എനർജി ചാർജ് മാത്രമാണ് അവിടെ അല്ലെങ്കിൽ നമ്മൾ എനർജി ചാർജ് എന്നുള്ള ബില്ലിലുള്ള എനർജി ചാർജ് മാത്രമാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാത്തൊരു വലിയ എക്സ്പെൻസ് അവിടെ ഉണ്ട്. ഈ സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ ലാബുകളിൽ യൂസ് ചെയ്യുന്ന UPS, അല്ലെങ്കിൽ അവിടെ തന്നെ ജനറേറ്ററുകളും ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പെൻസ്, ഡീസൽ ചാർജ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്റ്റോറേജ് ബേസ്ഡ് ആയിട്ടുള്ള RE+ സ്റ്റോറേജ് എന്ന് പറയും, റിന്യൂവബിൾ എനർജിയും സ്റ്റോറേജും കൂടെ ഉള്ള ഒരു സൊല്യൂഷനിലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവർക്ക് ഈ UPSകളൊക്കെ അവോയ്ഡ് ചെയ്യാം. കാരണം ഒരു അൺഇൻറ്ററപ്റ്റഡ് പവർ എപ്പോഴും അവർക്ക് കിട്ടും. അതേപോലെ തന്നെ ജനറേറ്ററിൻ്റെ ഡീസൽ ചാർജ് കാര്യങ്ങളെല്ലാം അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാവിയിലേക്ക്. അതെ. ഇന്നത്തെ മാറുന്ന സാഹചര്യം സോളാറിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്യേണ്ടി തന്നെ വരും എന്നുണ്ടെങ്കിൽ ഭാവി ഇത് തന്നെയാണ്. അതെ, ഭാവി ഇത് തന്നെയാണ്. അത് ഭാവിയിലോട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരു സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ആയിരുന്നു എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെപ്പോഴും ഞാൻ ഇവനെ കാണുന്ന കാലം തൊട്ട് പഠിച്ചിറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയട്ടെ, സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അന്ന് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഈ സ്മാർട്ട് ഗ്രിഡ് എന്ന് അതിലോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ അതിലാണ് വന്ന് നിൽക്കുന്നത്. അതായത് ഈ പറഞ്ഞേക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം പവർ ചെയ്ത് ഒരു ഡീസെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റം അവിടെ വന്നിട്ട് മൾട്ടിപ്പിൾ റിസോഴ്സസിൽ നിന്ന്, റിന്യൂവബിൾ എനർജിയിൽ നിന്നായിക്കോട്ടെ മറ്റുള്ള സോഴ്സസിൽ നിന്നായിക്കോട്ടെ എല്ലാം ഡീസെൻട്രലൈസ് ചെയ്തിട്ട് അവർക്ക് ഓട്ടോണോമസ് ആയിട്ട് അത് ഓടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് ഒരു സ്മാർട്ട് ഗ്രിഡ് സിസ്റ്റം. നിങ്ങളുടെ ഭാവി സ്വപ്നം എന്താണ്? ഭാവി സ്വപ്നം ഒരു സ്മാർട്ട് ഗ്രിഡിനകത്തിലെ പാർട്ടാകുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയ വില്ലകളായിരിക്കാം, അല്ല അപ്പാർട്ട്മെന്റ് ആയിരിക്കാം. അവിടെ എന്താണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത്? അവിടെ നമ്മൾ കാണുന്നത് ഇപ്പം അവർ നോർമലി പവറിന് വേണ്ടിയിട്ട് ഓരോ വീടുകളിലുള്ള ചെറിയ സോളാർ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ KCBയോ ആണ് നോർമലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അവിടെ അവർക്ക് വേണ്ട മൊത്തം വീടുകൾക്കോ അല്ലെങ്കിൽ മൊത്തം അപ്പാർട്ട്മെൻറ്റുകൾക്കോ വേണ്ട ഒരു സോളാർ പ്ലാന്റോ അല്ലെങ്കിൽ വിൻഡ് പ്ലാന്റോ നമ്മൾ സ്ഥാപിക്കുകയും അതിനെ നമ്മളൊരു അവിടെ തന്നെ ഉള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് ഒരു സ്റ്റോറേജ് സിസ്റ്റം വെച്ച് അതിൽ സ്റ്റോർ ചെയ്യുകയും ആവശ്യം വരുമ്പോൾ ഈ സ്റ്റോറേജിൻ്റെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന വളരെ ഡീസെൻട്രലായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്റ്റോറേജ് സൊല്യൂഷൻസ് എന്നുള്ള രീതിയിലോട്ടാണ് നമ്മളതിനെ മുൻപിൽ കാണുന്നത്. താങ്കൾ പറയുന്നത് ഇപ്പോൾ KCB ഒരു സ്റ്റോറേജ് മാത്രമാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സോളാറുകാരും KCB ആയിട്ട് ഇപ്പോൾ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം സത്യത്തിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് നമുക്കൊരു KCBയുടെ ആവശ്യമില്ല, നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെ, ആ രീതിയിലോട്ട് നമുക്ക് അതിനെ കൊണ്ടുവരാം. അപ്പൊ ഭാവി അതാണ്. ഇനി ലോകം അങ്ങോട്ടാണ് പോകുന്നത്. എനർജി സ്റ്റോർ ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ദുബൈയിലോട്ട് ആയാലും GCCയിലോട്ട് എൻ്റർ ആയതും ഈ ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും GCC ആണ്. ഇതിനകത്തിൽ ഭയങ്കര ഒരു ബൂമിങ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ, ആ ഒരു വിഷൻ്റെ ഭാഗമാണ് അവിടെ തൊട്ട് ഞങ്ങൾ. അങ്ങനെ അരുണും റബിയും 2 ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരാണ്. ആദ്യം ചുമന്ന് കയറ്റിയത് പാനലാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ചിലപ്പോൾ അതിൽ നിന്നൊരു ഹാമർ വീണ് നഷ്ടപരിഹാരം കൊടുത്ത് 5 പൈസ വരുമാനമില്ലാതെ ഇന്ന് നിങ്ങൾ കംഫർട്ടബിളാണ്, സോളാർ ബേസ് വളർച്ചയുടെ പാതയിലുമാണ്. നിങ്ങൾ കേട്ടു 2 ചെറുപ്പക്കാർ. നമുക്ക് ഈ ചെറുപ്പക്കാരെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം. കാരണം എന്ത് പണിയും ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് കഠിനാധ്വാനികളുടെ ലക്ഷണം. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് എന്നുള്ളത് കൊണ്ട് വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യുമെന്ന് ചിന്തിച്ചവരല്ല. എന്ത് പണിയും ചെയ്യാം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അവർ തൊഴിലേക്ക് കിടന്നത്. അവിടെ നിന്ന് അവർ ചെയ്തത് ആ ബൈക്കിൽ വെച്ചുകൊണ്ട് സോളാർ ഹീറ്റർ വിൽക്കാൻ പോയി. അതിനുശേഷം പുരപ്പുറത്ത് കയറി എന്ത് സാധനവും ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന ധൈര്യത്തിൽ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ്, എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായി. പക്ഷെ അതിന് ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്തു. അവർക്ക് നല്ലൊരു കർമ്മമേഖല കാണിച്ചു കൊടുത്തു, സോളാർ, അതിൽ തന്നെ ഗ്രിഡ്. ഇതിൻ്റെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ഇപ്പം നമ്മളെപ്പോഴും ആലോചിക്കുക, മഴ വെള്ളം നമ്മൾ സംഭരിക്കുന്നു, ഡേറ്റ സംഭരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇതിനോടൊപ്പം തന്നെ ഭാവി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ആയിരിക്കാം. അത് കൃത്യമായി ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ കാലത്തിന് മുന്നേ സഞ്ചരിച്ചവരാണ് എന്നും വിജയം കൊയ്തിട്ടുള്ളത്. അത്തരം ഒരു പാതയിലാണ് 2 ചെറുപ്പക്കാർ. അവരുടെ സംരംഭം വളരാൻ കാരണം അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം ഈ വിഷൻ തന്നെയാണ്.
രണ്ട് പേരെയും വ്യക്തിപരമായി എനിക്കറിയാവുന്ന വ്യക്തികളായതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇവരുടെ സംരംഭം വളരും, വിജയിക്കുമെന്നുള്ളത്. സംരംഭം തുടങ്ങാനിരിക്കുന്നവർക്ക് പഠിക്കണം ഈ ചെറുപ്പക്കാരിൽ നിന്ന്, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുക, ഒരു കർമ്മമേഖല കണ്ടെത്തി അതിനെക്കുറിച്ച് അധികാരികമായി പഠിച്ച് ഫ്യൂച്ചർ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. തിരിച്ചടികളുണ്ടാവും, തിരിച്ചു വരികയും വേണം. അരുൺ, രവി, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നിങ്ങളുടെ. വളരെ എളിയ തുടക്കമാണ്. എൻ്റെ ഒരു ഈഗിൾ കോച്ചിങ് പ്രോഗ്രാമിൽ നമ്മൾ അടുത്തറിഞ്ഞതുകൊണ്ട് നമുക്കൊരു ലോങ് ജേർണി ഒരുമിച്ചാണ് നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ദുബായിലും ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. ഇനിയും ഉയരങ്ങളിൽ എത്തുന്ന എനിക്ക് 101% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ 1600-ൽ പരം വരുന്ന ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ നല്ല പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.